ശാന്തി 29/4/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇത് നിങ്ങളുടെ വളരെ അമൂല്യ ജന്മമാണ്. ഈ ജന്മത്തിൽ നിങ്ങൾക്ക് മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിന് വേണ്ടി പാവനമാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. ചോദ്യം: ഈശ്വരീയ സന്താനം എന്ന് പറയപ്പെടുന്ന കുട്ടികളുടെ മുഖ്യ ധാരണ എന്തായിരിക്കും? ഉത്തരം: അവർ പരസ്പരം വളരെയധികം പാലും പഞ്ചസാരയും പോലെ ആയിരിക്കും, ഒരിക്കലും ഉപ്പുവെള്ളമാകില്ല. ആരാണോ ദേഹാഭിമാനി ആയ മനുഷ്യർ, അവർ തലകീഴായ രീതിയിൽ സംസാരിക്കുന്നു, അടിവഴക്കുകൾ കൂടുന്നു. കുട്ടികളായ നിങ്ങളിൽ ആ ശീലം ഉണ്ടായിരിക്കുക സാധ്യമല്ല. ഇവിടെ നിങ്ങൾ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം, കർമാതീത അവസ്ഥ നേടണം. ഓം ശാന്തി. ഏറ്റവും ആദ്യം ബാബ കുട്ടികളോട് പറയുന്നു, ദേഹി അഭിമാനി ഭവ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ഗീതയിലും മറ്റും എന്ത് തന്നെ ഉണ്ടായിരുന്നാലും അതെല്ലാം ഭക്തിമാർഗത്തിൻ്റെ ശാസ്ത്രങ്ങളാണ്. ബാബ പറയുന്നു, ഞാൻ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. കുട്ടികളായ നിങ്ങളെ ജ്ഞാനം കേൾപ്പിക്കുന്നു. ഏതൊരു ജ്ഞാനമാണ് കേൾപ്പിക്കുന്നത്? സൃഷ്ടിയുടെ അഥവാ ഡ്രാമയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം കേൾപ്പിക്കുന്നു. ഇത് പഠനമാണ്. ഹിസ്റ്ററിയും ജോഗ്രഫിയും ഉണ്ടല്ലോ. ഭക്തിമാർഗത്തിൽ ആരും ഹിസ്റ്ററിയും ജോഗ്രഫിയും പഠിക്കുന്നില്ല, പേര് പോലും പറയുന്നില്ല. സന്യാസിമാരും മറ്റും ഇരുന്ന് ശാസ്ത്രങ്ങൾ പഠിക്കുന്നു. ഈ ബാബ ഏതെങ്കിലും ശാസ്ത്രങ്ങൾ പഠിച്ചല്ല കേൾപ്പിക്കുന്നത്. നിങ്ങളുടെ ഈ പഠനത്തിലൂടെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുന്നു. നിങ്ങൾ വരുന്നത് തന്നെ മനുഷ്യനിൽ നിന്നും ദേവതയാകുവാനാണ്. അവരും മനുഷ്യരാണ്, ഇതും മനുഷ്യരാണ്. എന്നാൽ ഇവർ ബാബയെ വിളിക്കുന്നു, ഹേ പതീത പാവന വരൂ. ദേവതമാർ പാവനമാണ് എന്നത് അറിയുന്നുണ്ട്. മറ്റുള്ള എല്ലാവരും അപവിത്രമായ മനുഷ്യരാണ്. അവർ ദേവതമാരെ നമിക്കുന്നു. അവരെ പാവനമായും സ്വയം പതീതമായും മനസ്സിലാക്കുന്നു. എന്നാൽ ദേവതമാർ എങ്ങനെ പാവനമായി ആരാണ് ആക്കി മാറ്റിയത്? ഇത് ഒരു മനുഷ്യരും അറിയുന്നില്ല. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഇതിലാണ് പ്രയത്നം. ദേഹ അഭിമാനം ഉണ്ടാകുവാൻ പാടില്ല. ആത്മാവ് അവിനാശിയാണ്. സംസ്കാരവും ആത്മാവിലാണ് ഉണ്ടായിരിക്കുന്നത്. ആത്മാവ് തന്നെയാണ് നല്ലതും മോശവുമായ സംസ്കാരം കൊണ്ടുപോകുന്നത്. അതിനാൽ ഇപ്പോൾ ബാബ പറയുന്നു, ദേഹി അഭിമാനിയാകൂ. സ്വന്തം ആത്മാവിനെയും ആരും അറിയുന്നില്ല. രാവണ രാജ്യം ആരംഭിക്കുമ്പോൾ അന്ധകാരത്തിൻ്റെ മാർഗം ആരംഭിക്കുന്നു. ദേഹാഭിമാനിയായി മാറുന്നു. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളായ നിങ്ങൾ ഇവിടെ ആരുടെ അടുക്കൽ വന്നിരിക്കുന്നു? ഇദ്ദേഹത്തിൻ്റെ അടുക്കലല്ല, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ വളരെ ജന്മങ്ങളുടെ അന്തിമത്തിലേതാണ് ഈ പതീത ജന്മം. വളരെയധികം ജന്മങ്ങൾ ഏതെല്ലാമാണ് അതും പറഞ്ഞു തന്നു. അരക്കൽപ്പം പവിത്ര ജന്മമാണ്, അരക്കൽപ്പം പതീത ജന്മമാണ്. അപ്പോൾ ഇദ്ദേഹവും പതീതമായി. ബ്രഹ്മാവ് സ്വയം ദേവതയെന്നോ ഈശ്വരനെന്നോ പറയുന്നില്ല. മനുഷ്യർ മനസ്സിലാക്കുന്നു പ്രജാപിത ബ്രഹ്മാവ് ദേവതയായിരുന്നു എന്ന്. അതിനാലാണ് പറയുന്നത് ബ്രഹ്മ ദേവതായ നമഃ. ബാബ മനസ്സിലാക്കി തരുന്നു, ബ്രഹ്മാവ് പതീതമായിരുന്നു. വളരെയധികം ജന്മങ്ങളുടെ അന്തിമത്തിൽ ബ്രഹ്മാവ് വീണ്ടും പാവനമായി ദേവതയായി മാറുന്നു.
നിങ്ങൾ BK-യാണ്, നിങ്ങളും ബ്രാഹ്മണരാണ്, ഈ ബ്രഹ്മാവും ബ്രാഹ്മണനാണ്. ഇദ്ദേഹത്തെ ആരാണ് ദേവത എന്ന് പറയുന്നത്? ബ്രഹ്മാവിനെ ബ്രാഹ്മണൻ എന്ന് പറയുന്നു, ദേവത എന്നല്ല. ഇദ്ദേഹം എപ്പോൾ പവിത്രമാകുന്നുവോ അപ്പോഴും ബ്രഹ്മാവിനെ ദേവത എന്ന് പറയില്ല. വിഷ്ണു, അതായത് ലക്ഷ്മി നാരായൺ ആകാത്തത് വരെയും ദേവത എന്ന് പറയില്ല. നിങ്ങൾ ബ്രാഹ്മണികളാണ്. നിങ്ങളെ ആദ്യം ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനും ബ്രാഹ്മണനിൽ നിന്നും ദേവതയും ആക്കി മാറ്റുന്നു. ഇത് നിങ്ങളുടെ അമൂല്യമായ വജ്രതുല്യ ജന്മം എന്ന് പറയുന്നു. കർമ്മഭോഗം ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനാൽ ഇപ്പോൾ ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി പിതാവായ എന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ഈ പ്രാക്ടീസ് ഉണ്ടാകുമ്പോൾ തന്നെയാണ് വികർമ്മം വിനാശമാകുന്നത്. ദേഹധാരി എന്ന് മനസ്സിലാക്കിയെങ്കിൽ വികർമ്മം വിനാശമാകില്ല. ആത്മാവ് ബ്രാഹ്മണനല്ല, ശരീരം കൂടെയുണ്ട്, അപ്പോഴാണ് ബ്രാഹ്മണൻ. പിന്നെ ദേവത, ശൂദ്രൻ ആദിയായവ ആകുന്നു. ഇപ്പോൾ ബാബയെ ഓർമ്മിക്കുന്നതിൻ്റെ പ്രയത്നമുണ്ട്, സഹജയോഗവുമാണ്. ബാബ പറയുന്നു, സഹജമായതിലും സഹജവുമാണ്. ചിലർക്കാകട്ടെ വളരെ ഡിഫിക്കൽട്ടായും തോന്നുന്നു. അടിക്കടി ദേഹാഭിമാനത്തിൽ വന്ന് ബാബയെ മറന്നു പോകുന്നു. ദേഹി അഭിമാനിയാകുന്നതിന് സമയമെടുക്കുമല്ലോ. ഇപ്പോൾ നിങ്ങൾ ഏകരസമായി മാറുകയും ബാബയുടെ ഓർമ്മ സ്ഥായിയായി നിലനിൽക്കുകയും ചെയ്യും എന്നല്ല. കർമാതീത അവസ്ഥ നേടണം, പിന്നെ ശരീരവും ഉണ്ടായിരിക്കുകയില്ല. പവിത്ര ആത്മാവ് ഭാരരഹിതമായി ഒറ്റയടിക്ക് ശരീരം ഉപേക്ഷിക്കും. പവിത്ര ആത്മാവിൻ്റെ കൂടെ അപവിത്ര ശരീരത്തിന് ഇരിക്കുവാൻ സാധിക്കില്ല. ഈ ദാദ അക്കരെ എത്തിച്ചേർന്നു എന്നതുമല്ല. ഇദ്ദേഹവും പറയുന്നു, ഓർമ്മയുടെ വളരെയധികം പ്രയത്നമുണ്ട്. ദേഹാഭിമാനത്തിൽ വരുന്നതിലൂടെയാണ് തലകീഴായ സംസാരവും അടിവഴക്കുകളും നടക്കുന്നത്. നാം ഏവരും ആത്മാക്കളാണ്, സഹോദരങ്ങളാണ്. പിന്നെ ആത്മാവിന് യാതൊന്നും സംഭവിക്കുന്നില്ല. ദേഹാഭിമാനത്തിലൂടെയാണ് കോലാഹലങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ദേഹി അഭിമാനി ആകണം. ഏതുപോലെ ദേവതമാർ പാലും പഞ്ചസാരയും പോലെയാണ്, അതേപോലെ നിങ്ങളും പരസ്പരം വളരെ പാലും പഞ്ചസാരയും പോലെയായി ഇരിക്കണം. നിങ്ങൾ ഒരിക്കലും ഉപ്പുവെള്ളമാകരുത്. ആരാണോ ദേഹാഭിമാനിയായ മനുഷ്യർ, അവർ തലകീഴായി സംസാരിക്കുന്നു, അടിവഴക്കുകൾ കൂടുന്നു. കുട്ടികളായ നിങ്ങളിൽ ആ ശീലം ഉണ്ടാവുക സാധ്യമല്ല. ഇവിടെ നിങ്ങൾക്ക് ദേവതയാകുന്നതിനു വേണ്ടി ദൈവിക ഗുണം ധാരണ ചെയ്യേണ്ടതുണ്ട്. കർമാതീത അവസ്ഥ നേടണം. ഈ ശരീരവും ഈ ലോകവും പഴയതും തമോ പ്രധാനവുമാണ് എന്നത് അറിയുന്നു. പഴയ വസ്തുക്കളോടും പഴയ ബന്ധങ്ങളോടും വെറുപ്പ് ഉണ്ടാക്കേണ്ടി വരുന്നു. ദേഹാഭിമാനത്തിൻ്റെ കാര്യങ്ങൾ ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. എങ്കിൽ പാപം വിനാശമാകും. വളരെയധികം കുട്ടികൾ ഓർമ്മയിൽ ഫെയിലാകുന്നു. ജ്ഞാനം മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൽ വളരെ തീവ്രമായി പോകുന്നു. പക്ഷേ ഓർമ്മയുടെ പ്രയത്നം വളരെ വലുതാണ്, വലിയ പരീക്ഷയാണ്. പകുതി കൽപ്പത്തെ പുരാതന ഭക്തർക്കാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഭക്തിയിലും ആരാണോ വൈകി വന്നത് അവർക്ക് ഇത്രത്തോളം മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ബാബ ഈ ശരീരത്തിൽ വന്ന് പറയുന്നു, ഞാൻ ഓരോ 5000 വർഷത്തിനു ശേഷവും വരുന്നു. എനിക്ക് ഡ്രാമയിൽ പാർട്ടുണ്ട്. ഞാൻ ഒരു തവണയാണ് വരുന്നത്. ഇത് അതേ സംഗമയുഗമാണ്. യുദ്ധവും മുന്നിൽ നിൽക്കുന്നു.
ഈ ഡ്രാമ തന്നെ 5000 വർഷത്തിൻ്റെതാണ്. കലിയുഗത്തിൻ്റെ ആയുസ് ഇനിയും 40,000 വർഷങ്ങൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നറിയില്ല. അവർ പറയുന്നു, ഭഗവാൻ തന്നെ വന്നാലും നമ്മൾ ശാസ്ത്രങ്ങളുടെ വഴി ഉപേക്ഷിക്കില്ല. 40,000 വർഷത്തിനു ശേഷം ഏത് ഭഗവാനായിരിക്കും വരുന്നത് എന്നതും അറിയില്ല. ചിലർ മനസ്സിലാക്കുന്നു, കൃഷ്ണ ഭഗവാൻ വരും. കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ പേര് പ്രശസ്തമാകും. എന്നാൽ ആ അവസ്ഥ ഉണ്ടാകണം. പരസ്പരം വളരെയധികം സ്നേഹം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈശ്വരീയ സന്താനങ്ങളാണല്ലോ. നിങ്ങൾ ഈശ്വരീയ സേവകരായാണ് പാടപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ പറയുന്നു, പതീത ഭാരതത്തെ പാവനമാക്കുന്നതിന് നമ്മൾ ബാബയുടെ സഹായികളാണ്. ബാബ കൽപ്പകൽപ്പം നമ്മൾ ആത്മാഭിമാനിയായി അങ്ങയുടെ ശ്രീമത്തനുസരിച്ച് യോഗബലത്തിലൂടെ തൻ്റെ വികർമ്മം വിനാശമാക്കുന്നു. യോഗബലമാണ് സൈലൻസിൻ്റെ ബലം. സൈലൻസിൻ്റെ ബലവും സയൻസിൻ്റെ ബലവും തമ്മിൽ രാപകലിൻ്റെ വ്യത്യാസമുണ്ട്. മുന്നോട്ട് പോകവേ നിങ്ങൾക്ക് വളരെയധികം സാക്ഷാത്കാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. തുടക്കത്തിൽ എത്ര കുട്ടികളാണ് സാക്ഷാത്കാരം കണ്ടത്, പാർട്ട് അഭിനയിച്ചത്? ഇന്ന് അവർ ഇല്ല, മായ ഭക്ഷിച്ചു. യോഗത്തിൽ ഇരിക്കാത്തത് കാരണം മായ ഭക്ഷിക്കുന്നു. ഭഗവാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നത് കുട്ടികൾക്ക് അറിയാം എന്നുള്ളപ്പോൾ നിയമമനുസരിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ വളരെ വളരെ കുറഞ്ഞ പദവിയായിരിക്കും നേടുക. ശിക്ഷകളും വളരെയധികം അനുഭവിക്കും. പാടുന്നുമുണ്ട്, ജന്മജന്മാന്തരത്തെ പാപിയാണ് എന്ന്. അവിടെ സത്യയുഗത്തിൽ രാവണന്റെ രാജ്യമേ ഇല്ല. അപ്പോൾ വികാരത്തിൻ്റെ പേര് പോലും എങ്ങനെ ഉണ്ടാകുവാനാണ്? അത് സമ്പൂർണ്ണ നിർവികാരി രാജ്യമാണ്. അത് രാമരാജ്യമാണ്. ഇതാണ് രാവണ രാജ്യം. ഈ സമയം എല്ലാവരും തമോ പ്രധാനമാണ്. ഓരോരോ കുട്ടിയും സ്വയം തൻ്റെ സ്ഥിതിയെ പരിശോധിക്കണം. നമുക്ക് ബാബയുടെ ഓർമ്മയിൽ എത്ര സമയം ഇരിക്കുവാൻ സാധിക്കുന്നു? ദൈവിക ഗുണം എത്രത്തോളം ധാരണ ചെയ്തു? മുഖ്യമായ കാര്യമാണ് ഉള്ളിൽ നോക്കണം. നമ്മളിൽ ഏതെങ്കിലും അവഗുണം ഇല്ലല്ലോ. നമ്മുടെ ആഹാരപാനീയങ്ങൾ എങ്ങനെയുള്ളതാണ്? മുഴുവൻ ദിവസത്തിലും ഏതെങ്കിലും ആവശ്യമില്ലാത്ത കാര്യമോ അസത്യമോ പറയുന്നില്ലല്ലോ. ശരീര നിർവഹണാർത്ഥവും അസത്യവും മറ്റും പറയേണ്ടി വരുമല്ലോ. പിന്നെ മനുഷ്യർ പാപങ്ങൾ ലഘൂകരിക്കുന്നതിന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. നല്ല കർമ്മം ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെയും റിട്ടേൺ ലഭിക്കുന്നു. ആരെങ്കിലും ഹോസ്പിറ്റൽ ഉണ്ടാക്കിയെങ്കിൽ അടുത്ത ജന്മത്തിൽ നല്ല ഹെൽത്ത് ലഭിക്കും. കോളേജ് ഉണ്ടാക്കിയെങ്കിൽ നന്നായി പഠിക്കും. പക്ഷേ പാപത്തിനുള്ള പ്രായശ്ചിത്തം എന്താണ്? അതിനുവേണ്ടി ഗംഗാ സ്നാനം ചെയ്യുന്നതിനായി പോകുന്നു. പിന്നെ എന്ത് ധനം ദാനം ചെയ്യുന്നുവോ അതിനുള്ളത് അടുത്ത ജന്മം ലഭിക്കുന്നു. അതിൽ പാപം മുറിയുന്നതിൻ്റെ കാര്യമില്ല. അതിൽ നടക്കുന്നത് ധനത്തിൻ്റെ കൊടുക്കൽ വാങ്ങലാണ്. ഈശ്വരാർത്ഥം കൊടുത്തു, ഈശ്വരൻ അല്പകാലത്തേക്കായി നൽകി. ഇവിടെയാകട്ടെ നിങ്ങൾക്ക് പാവനമാകണം. ബാബയുടെ ഓർമ്മയല്ലാതെ മറ്റൊരു ഉപായവും ഇല്ല. പാവനമായവർ പിന്നെ പതീത ലോകത്തിൽ ഇരിക്കുകയില്ല. അവർ ഈശ്വരാർത്ഥം ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ആണ്. ഇപ്പോഴാകട്ടെ ഈശ്വരൻ പറയുന്നു, ഞാൻ സന്മുഖത്ത് വന്നിരിക്കുകയാണ് പാവനമാക്കാൻ. ഞാനാകട്ടെ ദാതാവാണ്. എനിക്ക് നിങ്ങൾ നൽകുന്നു, അപ്പോൾ ഞാൻ റിട്ടേണായി നൽകുന്നു. ഞാൻ എൻ്റെ പക്കൽ വയ്ക്കുകയില്ല. കുട്ടികളായ നിങ്ങൾക്ക് വേണ്ടിയാണ് കെട്ടിടങ്ങളും മറ്റും ഉണ്ടാക്കിയത്.
സന്യാസിമാർ തങ്ങൾക്ക് വേണ്ടി വലിയ വലിയ കൊട്ടാരങ്ങളും മറ്റും നിർമ്മിക്കുന്നു. ഇവിടെ ശിവബാബ തനിക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കുന്നില്ല. പറയുന്നു, ഇതിനുള്ള റിട്ടേൺ നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് പുതിയ ലോകത്തിൽ ലഭിക്കും. കാരണം നിങ്ങൾ സന്മുഖത്ത് കൊടുക്കൽ വാങ്ങൽ നടത്തുകയാണ്. ഏത് ധനം നൽകുന്നുവോ അത് നിങ്ങൾക്ക് തന്നെയാണ് ഉപയോഗത്തിൽ വരുന്നത്. ഭക്തി മാർഗത്തിലും ദാതാവാണ്, ഇപ്പോഴും ദാതാവാണ്. അത് ഇൻഡയറക്റ്റ് ആണ്, ഇത് ഡയറക്റ്റ്. ബാബ പറയുന്നു, എന്തെല്ലാം ഉണ്ടോ അതുപയോഗിച്ച് പോയി സെന്റർ തുറക്കൂ, മറ്റുള്ളവരുടെ മംഗളം ചെയ്യൂ. ഞാനും സെന്റർ തുറക്കുന്നുണ്ടല്ലോ. കുട്ടികൾ നൽകിയിരിക്കുകയാണ്, കുട്ടികളെ തന്നെയാണ് സഹായിക്കുന്നത്. ഞാൻ എൻ്റെ കയ്യിൽ ധനം കൊണ്ടുവരുന്നില്ല. ഞാൻ വന്ന് ഇദ്ദേഹത്തിൽ പ്രവേശിക്കുന്നു, ഇദ്ദേഹത്തിലൂടെ കർത്തവ്യം ചെയ്യിക്കുന്നു. എനിക്കാകട്ടെ സ്വർഗത്തിൽ വരേണ്ടതില്ല. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ അഭോക്താവാണ്, യാതൊന്നും സ്വീകരിക്കുന്നില്ല. പാദത്തിൽ വീഴൂ എന്നും പറയുന്നില്ല. ഞാനാകട്ടെ കുട്ടികളായ നിങ്ങളുടെ മോസ്റ്റ് ഒബീഡിയൻറ്റ് സെർവൻ്റ് ആണ്. ഇതും നിങ്ങൾക്കറിയാം. ആ ഒന്ന് മാതാ പിതാ ബന്ധു സഖ സർവ്വതുമാണ്, നിരാകാരവുമാണ്. നിങ്ങൾ ഏതെങ്കിലും ഗുരുവിനെ ഒരിക്കലും ത്വമേവ മാതാ പിതാ എന്ന് പറയില്ല. ഗുരുവിനെ ഗുരുവെന്നും ടീച്ചറിനെ ടീച്ചറെന്നും പറയും. ഈ ഒന്നിനെ മാതാ പിതാ എന്ന് പറയുന്നു. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പം ഒരു പ്രാവശ്യം വരുന്നു. നിങ്ങൾ തന്നെയാണ് 12 മാസത്തിനു ശേഷം ജയന്തി ആഘോഷിക്കുന്നത്. എന്നാൽ ശിവബാബ എപ്പോൾ വന്നു, എന്തു ചെയ്തു, ഇതാർക്കും തന്നെ അറിയില്ല. ബ്രഹ്മ വിഷ്ണു ശങ്കരൻ്റെയും ഓക്യുപ്പേഷൻ അറിയില്ല. കാരണം മുകളിൽ നിന്നും ശിവന്റെ ചിത്രം മാറ്റിക്കളഞ്ഞു. അല്ലായിരുന്നുവെങ്കിൽ ശിവബാബയാണ് ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനും. ബ്രഹ്മാവിലൂടെ ചെയ്യിക്കുന്നു. എങ്ങനെ വന്ന് പ്രവേശിച്ച് ചെയ്ത് കാണിക്കുന്നു എന്നും കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്. നിങ്ങളും ഇതുപോലെ ചെയ്യൂ എന്ന് സ്വയം പറയുന്നു. ഒന്നാമതായി നല്ല രീതിയിൽ പഠിക്കൂ, ബാബയെ ഓർമ്മിക്കൂ, ദൈവിക ഗുണം ധാരണ ചെയ്യൂ. ഇദ്ദേഹത്തിൻ്റെ ആത്മാവ് പറയുന്നത് പോലെ ഇദ്ദേഹവും പറയുന്നു, ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. ബാബയും കൂടെ ഉള്ളതുപോലെയാണ്. നിങ്ങളുടെ ബുദ്ധിയിലുമുണ്ട്, നമ്മൾ പുതിയ ലോകത്തിൻ്റെ അധികാരിയാകുന്നവരാണ്. അപ്പോൾ പെരുമാറ്റ രീതിയും ആഹാര രീതിയും എല്ലാം മാറണം. വികാരങ്ങളെ ഉപേക്ഷിക്കണം, നന്നാകണം. നന്നാകുന്നതനുസരിച്ച് പിന്നെ ശരീരം ഉപേക്ഷിക്കും. അപ്പോൾ ഉയർന്ന കുലത്തിൽ ജന്മമെടുക്കും. നമ്പർ വാറായി കുലവും ഉണ്ടായിരിക്കുന്നു. ഇവിടെയും വളരെ നല്ല നല്ല കുലങ്ങൾ ഉണ്ട്. 4-5 സഹോദരന്മാർ ഒരുമിച്ച് കഴിയുന്നു. വഴക്കുകളോ മറ്റോ ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്കറിയാം, നമ്മൾ അമരലോകത്തിലേക്ക് പോകുന്നു. അവിടെ കാലൻ ഭക്ഷിക്കുന്നില്ല. ഭയത്തിൻ്റെ യാതൊരു കാര്യവുമില്ല. ഇവിടെയാണെങ്കിൽ ദിനം പ്രതിദിനം ഭയം വർദ്ധിച്ചു വരും. പുറത്തേക്ക് ഇറങ്ങുവാൻ കഴിയില്ല. ഈ പഠനം കോടിയിൽ ചിലർ മാത്രമാണ് പഠിക്കുന്നത് എന്നും അറിയുന്നു. ചിലരാകട്ടെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. വളരെ നല്ലതാണ് എന്ന് എഴുതുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള കുട്ടികളും തീർച്ചയായും വരും. രാജധാനി സ്ഥാപനമാകണമല്ലോ. ബാക്കി അല്പം സമയമാണ് അവശേഷിക്കുന്നത്. ആരാണോ ഓർമ്മയുടെ യാത്രയിൽ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്, ബാബ ആ പുരുഷാർത്ഥികളായ കുട്ടികളുടെ വളരെ മഹിമ ചെയ്യുന്നു. മുഖ്യമായത് ഓർമ്മയുടെ കാര്യമാണ്. ഇതിലൂടെ പഴയ കണക്കുകൾ സമാപ്തമാകുന്നു. ചില കുട്ടികൾ ബാബയ്ക്ക് എഴുതുന്നു, ബാബ, നമ്മൾ ഇത്രയും മണിക്കൂർ ദിവസവും ഓർമ്മിക്കുന്നു. അപ്പോൾ ബാബയും മനസ്സിലാക്കും,
ഇവർ വളരെയധികം പുരുഷാർത്ഥികളാണ്. പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ടല്ലോ. അതിനാൽ ബാബ പറയുന്നു, പരസ്പരം ഒരിക്കലും അടിയും വഴക്കും പാടില്ല. ഇത് മൃഗങ്ങളുടെ ജോലിയാണ്. അടികൂടുക, വഴക്കിടുക, ഇതെല്ലാം ദേഹാഭിമാനമാണ്. ബാബയുടെ പേരിന് കളങ്കമുണ്ടാക്കും. ബാബയെക്കുറിച്ച് പറയുന്നത്, സദ്ഗുരുവിൻ്റെ നിന്ദകൻ ലക്ഷ്യസ്ഥാനം നേടുകയില്ല. സന്യാസിമാർ പിന്നെ തങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞു. അതിനാൽ മാതാക്കൾ അവരെ വളരെ ഭയക്കുന്നു, ശാപമൊന്നും കിട്ടാതിരിക്കുവാൻ. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നു. സത്യമായ അമര കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പറയുന്നു, നമ്മൾ ഈ പാഠശാലയിൽ വരുന്നത് ശ്രീ ലക്ഷ്മി നാരായണൻ്റെ പദവി നേടുവാനാണ്. മറ്റെവിടെയും ഇങ്ങനെ പറയുന്നില്ല. ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു. ഇതിൽ ഓർമ്മയുടെ പുരുഷാർത്ഥമാണ് മുഖ്യമായത്. അരകൽപ്പം ഓർമ്മിച്ചില്ല, ഇപ്പോൾ ഒരു ജന്മത്തിൽ ഓർമ്മിക്കണം. ഇതാണ് പ്രയത്നം. ഓർമ്മിക്കണം, ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ഏതെങ്കിലും പാപകർമ്മം ചെയ്തുവെങ്കിൽ 100 മടങ്ങ് ശിക്ഷയുണ്ടാകും. പുരുഷാർത്ഥം ചെയ്യണം, തൻ്റെ ഉന്നതി ഉണ്ടാക്കണം. ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ പഠിച്ച് ബാരിസ്റ്ററും സർജനുമൊക്കെ ആകുന്നത്. ഈ ലക്ഷ്മി നാരായണൻ്റെ പദവി വളരെ ഉയർന്നതാണല്ലോ. മുന്നോട്ട് പോകവേ നിങ്ങൾക്ക് വളരെ സാക്ഷാത്കാരങ്ങൾ ഉണ്ടാകും. നിങ്ങൾ സർവോത്തമ ബ്രാഹ്മണ കുലഭൂഷണരാണ്, സ്വദർശന ചക്രധാരിയാണ്. കഴിഞ്ഞ കൽപ്പത്തിലും ഈ ജ്ഞാനം നിങ്ങളെ കേൾപ്പിച്ചിരുന്നു, വീണ്ടും നിങ്ങളെ കേൾപ്പിക്കുന്നു. നിങ്ങൾ കേട്ട് പദവി നേടുന്നു. പിന്നെ ഈ ജ്ഞാനം പ്രായലോപമാകുന്നു. ബാക്കി ഈ ശാസ്ത്രങ്ങളും എല്ലാം ഭക്തി മാർഗത്തിൻ്റെതാണ്. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഉള്ളിൽ തൻ്റെ പരിശോധന നടത്തണം. നമ്മൾ ബാബയുടെ ഓർമ്മയിൽ എത്ര സമയം ഇരിക്കുന്നുണ്ട്? ദൈവിക ഗുണങ്ങൾ എവിടം വരെ ധാരണ ചെയ്തു? നമ്മിൽ ഏതെങ്കിലും അവഗുണം ഇല്ലല്ലോ. നമ്മുടെ ആഹാര പാനീയങ്ങൾ, പെരുമാറ്റ രീതികൾ റോയൽ ആണോ? ഉപയോഗശൂന്യമായ കാര്യങ്ങൾ സംസാരിക്കുന്നില്ലല്ലോ, അസത്യം പറയുന്നില്ലല്ലോ. ഓർമ്മയുടെ ചാർട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അഭ്യസിക്കണം. ആത്മാക്കളായ നമ്മളെല്ലാവരും സഹോദരങ്ങളാണ്. ദേഹാഭിമാനത്തിൽ നിന്നും അകന്നിരിക്കണം. തൻ്റെ ഏകരസ സ്ഥിതി സ്വരൂപിക്കണം. ഇതിനു വേണ്ടി സമയം കൊടുക്കണം. വരദാനം: 5 തത്വങ്ങളെയും 5 വികാരങ്ങളെയും തൻ്റെ സേവാധാരി ആക്കുന്ന മായാജീത് സ്വരാജ്യ അധികാരിയായി ഭവിക്കട്ടെ. ഏതുപോലെ സത്യയുഗത്തിൽ വിശ്വ മഹാരാജാവിൻ്റെയും വിശ്വ മഹാറാണിയുടെയും രാജപദത്തിൻ്റെ ഡ്രസ് ദാസദാസിമാർ പിന്നിൽ നിന്നുകൊണ്ട് വഹിക്കുമായിരുന്നു, അതേപോലെ സംഗമയുഗത്തിൽ കുട്ടികളായ താങ്കൾ എപ്പോഴാണോ മായാജീത് സ്വരാജ്യ അധികാരിയായി ടൈറ്റിൽസ് ആകുന്ന ഡ്രസ്സ് കൊണ്ട് അലങ്കരിക്കപ്പെട്ടു ഇരിക്കുന്നത്, അപ്പോൾ ഈ 5 തത്വങ്ങളും 5 വികാരങ്ങളും താങ്കളുടെ ഡ്രസ്സിനെ പിന്നിൽ നിന്നുകൊണ്ട് വഹിക്കും. അതായത് അധീനമായി നടക്കും. ഇതിനു വേണ്ടി ദൃഢസങ്കല്പത്തിൻ്റെ ബെൽറ്റ് കൊണ്ട് ടൈറ്റിൽസിൻ്റെ ഡ്രസ്സിനെ ടൈറ്റാക്കൂ. ഭിന്ന ഭിന്ന ഡ്രസ്സും അലങ്കാരത്തിൻ്റെ സെറ്റും കൊണ്ട് അലങ്കരിക്കപ്പെട്ട് ബാബയുടെ കൂടെയിരിക്കൂ.
അപ്പോൾ ഈ വികാരങ്ങളും തത്വവും പരിവർത്തനപ്പെട്ട് സഹയോഗിയും സേവാധാരിയുമായി മാറും. സ്ലോഗൻ: ഏത് ഗുണങ്ങളെയും ശക്തികളെയും വർണ്ണിക്കുന്നുവോ അവയുടെ അനുഭവങ്ങളിൽ ലയിക്കൂ. അനുഭവം തന്നെയാണ് ഏറ്റവും വലിയ അതോറിറ്റി. അവ്യക്ത സൂചന: കമ്പൈൻഡ് രൂപത്തിൻ്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. സ്വയം ബാബയോടൊപ്പം കമ്പൈൻഡായി മനസ്സിലാക്കുന്നതിലൂടെ വിനാശിയായവരെ കൂട്ടുകാർ ആക്കുന്നതിൻ്റെ സങ്കല്പം സമാപ്തമാകും. കാരണം സർവശക്തിവാൻ കൂട്ടുകാരനാണ്. ഏതുപോലെ സൂര്യൻ്റെ മുന്നിൽ അന്ധകാരത്തിന് നിലനിൽക്കാൻ സാധിക്കില്ല, അതേപോലെ സർവശക്തിവാന്റെ മുന്നിൽ മായയുടെ ഒരു വ്യർത്ഥ സങ്കല്പത്തിനും നിലനിൽക്കാൻ സാധിക്കില്ല. ഏതൊരു ശത്രുവും യുദ്ധം ചെയ്യുന്നതിന് മുമ്പേ ഒറ്റപ്പെടുത്തുന്നു. അതിനാൽ ഒരിക്കലും ഒറ്റയ്ക്കാകാതിരിക്കൂ. ഓം ശാന്തി. ഈ ദേഹമാകുന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ആത്മാവ് ഒരു ചൈതന്യ ശക്തിയാണ്. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ ശുദ്ധവും പവിത്രവുമായ എൻ്റെ യഥാർത്ഥ സ്വരൂപം എനിക്ക് അനുഭവവേദ്യമാകുന്നു. ഈശ്വരൻ്റെ ധാമത്തിൽ നിന്നും ഈ കർമ്മക്ഷേത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ആത്മസ്വരൂപം അതിനിർമ്മലവും അതിപവിത്രവുമായിരുന്നു. എൻ്റെ ആ നിർമ്മലവും ശുദ്ധവുമായ സ്വരൂപത്തിൻ്റെ പരിപൂർണ അനുഭവം നേടുന്നതിന് ഞാൻ ശാന്തിയുടെ ധാമമായ ആ ജ്യോതിദേശത്തിൽ ബ്രഹ്മതത്വം വ്യാപിച്ചിരിക്കുന്ന ആ ദിവ്യധാമത്തിൽ സങ്കല്പം കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഈ ദിവ്യ ജ്യോതിദേശത്തിൽ എൻ്റെ ആന്തരിക നേത്രത്തിലൂടെ പരമാത്മാ സ്വരൂപം ദർശിക്കുന്ന മാത്രയിൽ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ ആത്മാവിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. അനന്യഭാവത്തിൽ ആ പരമാത്മാ സ്വരൂപത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ അനിർവചനീയമായ ദിവ്യ അലൗകിക സ്നേഹത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. സർവബന്ധനമുക്തവും ആനന്ദമയവുമായ സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. ഈ ദിവ്യവും അലൗകികവുമായ ഈശ്വരീയ പ്രാപ്തികളുടെ അനുഭവം സംഗമയുഗത്തിലെ
സർവശ്രേഷ്ഠ ഭാഗ്യമാണ്. സാകാര സൃഷ്ടിയിലെ എൻ്റെ സഹോദര ആത്മാക്കൾക്കും അവരുടെ ജന്മസിദ്ധ അവകാശമായ ഈശ്വരീയ പ്രാപ്തികൾ ലഭിക്കട്ടെ എന്ന ശക്തിശാലി ശുഭസങ്കൽപ്പം ഞാൻ അവരിലേക്ക് അയക്കുകയാണ്. ഹേ ആത്മാക്കളെ, ബാബ സർവ ആത്മാക്കൾക്കും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ഈശ്വരീയ സമ്പത്ത് നൽകുവാൻ വന്നു കഴിഞ്ഞു എന്ന മനസ്സിൻ്റെ സങ്കല്പം ആ ആത്മാക്കളിൽ എത്തട്ടെ. സംഗമയുഗത്തിലെ ഈ സർവശ്രേഷ്ഠ ഭാഗ്യത്തിന് ആ ആത്മാക്കൾ യോഗ്യരായി മാറട്ടെ.